ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുമ്പേ കാപ്പിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നു. ഇനി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായിട്ട് ഇനി നമ്മൾ അടുക്കളയിലോട്ട് കയറും. അടുക്കളയിൽ കയറി രാവിലത്തേക്കുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവും. അപ്പോൾ നമുക്ക് കാപ്പി ഉണ്ടാക്കാൻ പോവാം. ഇങ്ങനെ എന്തായാലും ഒരു വിധത്തിൽ പാചകമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെന്ന് വെച്ചാൽ പാക്ക് ചെയ്യുക, നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ദോശയും ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ കുറുമ എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ചിക്കൻ കുറുമ ഉണ്ടാക്കിയത്, നോർമലായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലല്ല. നമുക്ക് അവിടെ ചെന്നിട്ടേ അവർക്ക് കൊടുത്തതിന് ശേഷം അവരുടെ അഭിപ്രായം ചോദിക്കാവേ. നമ്മളിത്തിരി വരാൻ വൈകിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ ഗബ്രൂട്ടനെ അമ്മയും ഡോറയൊക്കെ ആണെങ്കിൽ ഇലയപ്പം വാങ്ങിച്ചു കൊടുത്തേ. അതിന് നമ്മുടെ ഗബ്രൂട്ടനെ ഇലയപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇലയപ്പം കഴിക്കുക എന്ന് പറയാൻ പറ്റില്ല, ഇലയപ്പത്തിൽ കളിക്കുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ. മൊത്തത്തിൽ വാരി വിതറി അങ്ങോട്ട് അത്തപ്പൂക്കളവും എന്താ പറയുക, ഓണത്തിനുള്ള പൂക്കളം മൊത്തം ഒറ്റ ദിവസം കൊണ്ട് അവനങ്ങ് ഇട്ട്. അതുപോലായിരുന്നു. ഗബ്രൂട്ടൻ നല്ലോണം ആസ്വദിച്ച് ഇലയപ്പം കഴിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് കറി? കൊള്ളാവോ? എൻ്റെ വക ചിക്കൻ കുറുമ. കടലയല്ല, അത് വിളമ്പി തരുമ്പോൾ മനസ്സിലായിക്കോളൂ. കൊച്ചിൻ്റെ സ്പൂൺ വെച്ചാൽ വിളമ്പുന്ന എന്നിട്ട് എന്ത് ചെയ്യേ? ആ കൊള്ളാം. ആ കേൾക്കാം. അവർക്ക് കേൾക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് കേൾക്കാം. അമ്മ മാവ് അരച്ച് വെച്ചിട്ട് പോയി. ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കി. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലോണം പൊന്തി വന്നായിരുന്നു. അമ്മയ്ക്ക് മിക്കവാറും ചിക്കൻ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ കുഴപ്പമില്ല, ലാസ്റ്റ് കഴിക്കുന്നത് ഞാൻ. അപ്പോൾ എനിക്കേ കോൾ അടിക്കുള്ളൂ. അങ്ങനെ നമ്മളാണെങ്കിൽ ഭക്ഷണമൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഞാനും പ്രിൻസിമോളും കൂടിയാണ് വന്നത്. ഗബ്രൂട്ട് പിടിച്ചോ ഇറക്കം വരുമോ? ഇപ്പോൾ ഗബ്രൂട്ടന് അത്യാവശ്യം ഓക്കെ ആയി കേട്ടോ. ഇന്നപ്പം നമുക്ക് ഡിസ്ചാർജ് ആവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു ഇന്ന് ഡിസ്ചാർജ്. 5 ദിവസത്തെ ഇഞ്ചക്ഷൻ ആയിരുന്നു. കൈ പിടിച്ചോണേ. അന്നേരം രാവിലെ ഡോക്ടർ വന്നപ്പം എനിക്ക് ഇപ്പോഴാട്ടോ ഡോക്ടർ ഒരു 8 മണി 8:30 ആയപ്പോൾ വന്നായിരുന്നു. അന്നേരം ഇപ്പം പനിയില്ല, കഫക്കെട്ടൊക്കെ മാറിയിട്ടുണ്ട്, ചുമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചക്ഷൻ്റെ ഡോസ് കഴിയാതെ വിടത്തില്ലാത്തത് കൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ കൂടെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഡിസ്ചാർജ് ആക്കാൻ നോക്കും. കുഴപ്പമൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് ഒരുപാട് പേർക്ക് വന്നൊരു സംശയം പറയാം. ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമാണ്, വയ്യാത്ത കുഞ്ഞിനെ ഹോസ്പിറ്റലാക്കിയിട്ട് അച്ഛനും അമ്മയും എന്തിനാ വീട്ടിൽ പോയെന്നുള്ളത്. ഇതൊരു കണ്ടന്റ് ആക്കുമെന്ന് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ അല്ല, ഇത് കണ്ടന്റ് ആക്കിയല്ല കേട്ടോ. സത്യത്തിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണമല്ലോ, എല്ലാവരും ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണമല്ലോ. എൻ്റെ ശരിപ്പ് സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിനടുത്താണ് ഹോസ്പിറ്റൽ, ശാസ്താംകോട്ട ഹോസ്പിറ്റൽ നമ്മുടെ വീടിനടുത്താണ്. ഞങ്ങളുടെ വീടെന്ന് വെച്ചാൽ മൈനാപ്പള്ളി കുറ്റിമുക്കിലാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും വിളിച്ച് കഴിഞ്ഞാൽ ഓടി വരാൻ പറ്റുന്ന അത്രയും ദൂരമേ ഉള്ളൂ. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ ഇവിടുത്തെ ബെഡിനൊക്കെ നല്ല ഹൈറ്റാണ്. അപ്പം നമുക്കാണെങ്കിലും ഡോറയ്ക്ക് തനിയെ കയറി ഇരിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ വാർഡിലാണ് മോനെ അഡ്മിറ്റ് ആക്കി. അപ്പം അവിടെ ആണെങ്കിൽ പുരുഷന്മാർക്ക് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിൽക്കാനുള്ളത്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് ഭയങ്കര തലകറക്കവും വായിൽ കയ്പും ഒരു ഉമിനീരൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി എനിക്ക് 2 ദിവസമായിട്ടുണ്ട്. അപ്പം അന്നേരം ഞാനതുകൊണ്ട് വീട്ടിലോട്ട് പോയത്. അപ്പോൾ അമ്മമാരെ ഇവിടെ നിർത്തി ഡോറയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ, ഡോറയുടെ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ കട്ടിലയിലൊന്നും കയറി ഇരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാത്തിനും പോകണം. അപ്പോൾ എല്ലാത്തിനും പോകണമല്ലോ. അപ്പോൾ അതിന് ഒരു ഡോറയെ കൊണ്ടൊരിക്കലും പറ്റത്തില്ല. പിന്നെ ഇപ്പം ഡോറയും എൻ്റെ അമ്മയും കൂടിയാണ് നിന്നെങ്കിലും, അല്ലെങ്കിൽ ഡോറയും സാവിത്രി അമ്മയും കൂടിയാണ് നിൽക്കുന്നതെങ്കിലും കുഞ്ഞിൻ്റെയും ഡോറയുടെയും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനും ഒരാൾ വേണം. ബാത്റൂമിൽ പോകുന്നതിനാണേലും
എനിക്കും ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡോറെ നിർത്താതെ അമ്മമാരെ നിർത്തിയിട്ട് ഡോറയായിട്ട് നമ്മൾ വീട്ടിൽ പോയത്. ഒരുപാട് പേർക്ക് വന്നിട്ട് സംശയം. അപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റുന്ന കുട്ടികളുടെ വാർഡ് ആയതുകൊണ്ടാണ് എനിക്ക് നിൽക്കാൻ പറ്റാഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് വീട്ടിലോട്ട് പോയി. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓടി വരാനും പറ്റും. അടുത്താണല്ലോ, തൊട്ടടുത്ത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഓടി വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും അങ്ങോട്ട് വീട്ടിലോട്ട് പോയത്. അപ്പം രാത്രി ആയപ്പോഴത്തേക്കും മോൻ കരച്ചിലായതുകൊണ്ട് ഡോറേനെ എനിക്ക് തിരിച്ചുകൊണ്ടാക്കി. അപ്പം ഞാൻ എന്ത് ചെയ്തു, സാവിത്രിയമ്മയും ഇവിടെ ഉണ്ടല്ലോ. അപ്പം പിന്നെ ഒരാൾ ഡോറേനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് മോനെയും സഹായിക്കാമല്ലോ, മോനെ എടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെയാണ് രണ്ടമ്മമാരെയും ഡോറേനെയും കൂടെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലാക്കിയത്. പിന്നെ എന്താ പറയുക, നമുക്ക് കുറച്ച് പുറത്ത് എന്നുവെച്ചാൽ ഇപ്പം പറയാൻ പറ്റാത്ത ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഡോറയ്ക്ക്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പിന്നെ ഡോറേനെ ആണെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടുപോയത്. എന്താ അവർക്ക് പീരിയഡ്സ് ആയിട്ടിരിക്കും, അതാണ് പുറത്ത് പറയാൻ പറ്റുക. അതിൽ പറയുന്നത് അപ്പം ഡോറയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വീട്ടിലേ പറ്റത്തുള്ളൂ. ഇവിടെ ഹോസ്പിറ്റലിലൊന്നും പറ്റത്തില്ല. ഇത് നോർമലായിട്ടുള്ളൊരു സ്ത്രീ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഡോറയുടെ സിറ്റുവേഷൻ അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഡോറയുടെ സിറ്റുവേഷൻ അതല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഡോറേനെ ആണെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടുപോയത്. അപ്പം നമ്മുടെ എല്ലാ സാഹചര്യവും നമുക്കല്ലേ അറിയുള്ളൂ. നമ്മൾ അതനുസരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം മോനെ അഡ്മിറ്റ് ചെയ്തിട്ട് ഇപ്പം 5 ദിവസമായി. അപ്പം ഡോറയ്ക്ക് പിന്നെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അന്നത്തെ ദിവസം സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പം ഭയങ്കര നടുവേനൊക്കെ ആയിരുന്നു. അറിയാമല്ലോ, നിങ്ങൾക്ക് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ലേഡീസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡോറയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നോർമലായിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന പോലെയല്ല, ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ കൂടുതലും ഡോറേനെ വീട്ടിലോട്ട് കൊണ്ടുപോയി കുഞ്ഞിൻ്റെ കൂടെ അമ്മമാരും നിർത്തി. സാധാരണ അവരാണെങ്കിൽ അമ്മമാരുടെ കൂടെ നിന്ന് ഉറങ്ങിയെല്ലാം ചെയ്യുന്നൊരു കുഴപ്പമില്ലാത്തതാണ്. പിന്നെ വീടും നമുക്ക് തൊട്ടടുത്താണ്, 2-3 കിലോമീറ്ററിനകത്തേ ഉള്ളൂ നമ്മുടെ ഹോസ്പിറ്റലും വീടായിട്ടുള്ള ദൂരം. അതൊക്കെ കൊണ്ടാണ് നമ്മൾ കൂടുതലും വീട്ടിലോട്ട് പോയത്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അത് അറിയില്ലായിരുന്നു, കാര്യം സിറ്റുവേഷൻ എന്താണെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് സംശയം ചോദിച്ചത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മളതൊരിക്കലും നെഗറ്റീവ് ആക്കിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും ഡിസ്ചാർജാവും. സാവിത്രിയമ്മ മോനെ എടുത്തും പിടിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഓടിക്കളിക്കണം. ഇവിടെ ഫുള്ള് ഓടിക്കളിക്കണം. നമ്മുടെ വീട്ടിലും അതുപോലെയാണല്ലോ. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അവരൊരു കളിയാണ്, കാണിച്ചിട്ടാവേ. ഒളിച്ചിരിക്കുകയാണ്, ഗർഭൂട്ടൻ്റെ അമ്മയും കൂടെ ഒളിച്ചിരിക്കുകയാണ്. ഓ, ഇടയ്ക്ക് ചുമ വരുന്നുണ്ട്. ചുമ മാറാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞു. തണുപ്പൊക്കെ അല്ലേ, ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് ചുമ മാറാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ വെച്ചേക്കുന്നത്. അവന് ഭയങ്കര, നമ്മൾ പുതയ്ക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ വിയർത്തൊഴുകിയിട്ട് തല മൊത്തം വിയർത്ത് വെള്ളം പോലെ ഒഴുകും. ഭയങ്കര ചൂടാണ് അവന്. നമ്മൾ ഫാനൊക്കെ ഇട്ട് കൊടുത്താലും നല്ലോണം വിയർക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വീട്ടിലോട്ട് പോകേണ്ടി വന്നത്. പിന്നെ നമ്മൾ വന്നു. ഇപ്പം പിന്നെ രണ്ടമ്മമാരും ഡോറയും ദിവസവും രാത്രി ഇവിടെ നിൽക്കും. പകല് ഞാൻ വരും, അമ്മേനെ 10-11 മണി വരെ ഞാനും അമ്മയും കാണും. പിന്നെ സാവിത്രിയമ്മേനെയും ഇവളെ ഞാൻ വീട്ടിലാക്കും. വീട്ടിലാക്കിയിട്ട് ഉച്ചക്കത്തേനുള്ള ചോറും കറിയും എല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ ഈ ചായ വന്ന് ഇവർക്ക് കൊണ്ട് കൊടുക്കും, ചോറ് കൊണ്ടു കൊടുക്കും. വൈകിട്ട് വീണ്ടും ചായ എടുത്തുകൊണ്ട് വരും. പിന്നെ ഇവരെ രണ്ടുപേരും ഇങ്ങോട്ട് തട്ടും. എന്നിട്ട് ഞാനും പ്രിൻസിമോളും അങ്ങോട്ട് പോകും. ഇവിടെ പകല് ഞാനും പ്രിൻസിമോളും ശാന്തമ്മയും കൂടെ നിൽക്കും. രാത്രിയാകുമ്പോൾ ശാന്തമ്മയും സാവിത്രിയമ്മയും ഡോറയും കൂടി നിൽക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ അങ്ങോട്ടോട്ടം അറേഞ്ച് ചെയ്ത് പോകുന്നത്. അങ്ങനെ 5 ദിവസമായി. ഇപ്പം 5 ദിവസത്തെ ഇഞ്ചക്ഷൻ ആയിരുന്നു ഒരു ഡോക്ടർ പറഞ്ഞിട്ട്, കുറവുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നെന്തായാലും ഡിസ്ചാർജ് ആവും. പിന്നെ ഗബ്രൂട്ടിന് ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ പനിയും കാര്യങ്ങളില്ലേ, അത് ഏത് നിമിഷം എപ്പോഴും ആണെങ്കിലും വരാം. ഒരുപാട് കുട്ടികളിപ്പോൾ നമ്മൾ വന്നതിന് ശേഷം അമ്മ വന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികളിപ്പോൾ നമ്മൾ വന്നതിന് ശേഷം അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ വരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഡിസ്ചാർജായി പോയി. അല്ല, നമ്മൾ വരുന്ന സമയത്ത് വേറൊരു കൊച്ചുണ്ടായിരുന്നു, ഡിസ്ചാർജായി പോയായിരുന്നു. ഇപ്പം വീണ്ടും വരുന്നുണ്ട്. പനിയല്ലേ, കുട്ടികൾക്ക് പെട്ടെന്ന് പനി പിടിക്കുമല്ലോ, കൊച്ചു കുട്ടികളല്ലേ, ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പം ഇവരെ കൊണ്ടാക്കാൻ പോകണം. ഇവരെ കൊണ്ടാക്കിയിട്ട് വേണം ചോറും കറിയും വെച്ചിട്ട് ഇനി ഇങ്ങോട്ട് എടുക്കേണ്ടത്. ഇപ്പം തന്നെ സമയം ഏതാണ്ട് 11 മണിയായെന്ന് തോന്നുന്നു. സമയം 10:57. ഇനി വേണം ഇവരെ കൊണ്ടുവിട്ടിട്ട് വരാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങൾ. നമ്മൾ ഒരുപാട് പേര് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുകയും ഒരുപാട് പേരോട്, ഒത്തിരി പേരോട് നമുക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ ചെറിയ വിശേഷങ്ങൾ.